ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആദ്യഘട്ട പരീക്ഷയ്ക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്കും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യഘട്ട പരീക്ഷയ്ക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്കും ഒരേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മൂന്നാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ പറയുന്ന ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ഈ ടോപ്പിക്സ് പഠിച്ചിരിക്കുക. നമുക്ക് ഷുവറായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് നോട്ട്സ് ടെലഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ള സോഴ്സ് എവിടെ നിന്നാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളുടെ സോഴ്സ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിലും കൂടെ കാണുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടോപ്പിക്ക്, ആദ്യഘട്ട പരീക്ഷയ്ക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്കും ഒരുപോലെ ചോദ്യങ്ങൾ വന്ന ആദ്യത്തെ ടോപ്പിക്കാണ് അടിയന്തിരാവസ്ഥ. അടിയന്തിരാവസ്ഥയെക്കുറിച്ച് ആദ്യഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതാണ്: സാമ്പത്തിക അടിയന്തിരാവസ്ഥയുടെ പ്രത്യാഘാതമല്ലാത്തത് ഏത്? ഇതായിരുന്നു ആദ്യഘട്ട പരീക്ഷയ്ക്ക് അടിയന്തിരാവസ്ഥയെക്കുറിച്ച് ചോദിച്ചത്. ഇനി ഇന്നലെ നടന്ന രണ്ടാം ഘട്ട പരീക്ഷയ്ക്കും ചോദ്യം വന്നു: കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തര അധികാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഇവിടെ രണ്ടിടത്തും അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് കിട്ടിയല്ലോ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് രണ്ടാമത്തെ ടോപ്പിക്കാണ് ലോക്പാൽ. രണ്ട് ഘട്ടത്തിലും ഒരുപോലെ ചോദിച്ചതാണ് ലോക്പാൽ. ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം: താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ഇന്നലെ ചോദിച്ചത് എന്താണ്? പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ഏതാണ്? ലോക്പാലാണ്. അപ്പോൾ രണ്ട് ടോപ്പിക് കിട്ടി: അടിയന്തരാവസ്ഥ, ലോക്പാൽ. ഇനി രണ്ട് ഘട്ടങ്ങളിലും ഒരുപോലെ ചോദിച്ച മൂന്നാമത്തെ ടോപ്പിക്കാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആദ്യഘട്ട പരീക്ഷയ്ക്ക് എന്താണ് ചോദിച്ചത്? നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം പുന്നമടക്കായലായിരുന്നു. രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ഇന്നലെയും സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? ഏതാ? പുന്നമടക്കായൽ. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് നെഹ്റു ട്രോഫി വള്ളംകളി. മൂന്നാമത്തെ ടോപ്പിക്ക് കിട്ടി. ഇനി നാലാമത്തെ ടോപ്പിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ച് ആദ്യഘട്ടത്തിൽ ചോദിച്ച ചോദ്യം: 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ് എന്ന് ചോദിച്ചു. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് എന്താണ്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഓക്കെ, അപ്പോൾ ഒന്നിൽ വർഷം തന്നിട്ട് അത് ഏത് വ്യക്തിയാണെന്ന് ചോദിച്ചു. രണ്ടാം ഘട്ടത്തിൽ ആ വ്യക്തിയെ തന്നിട്ട് അത് ഏത് വർഷമാണെന്ന് ചോദിച്ചു. എങ്ങനെയാണെങ്കിലും ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ് എന്ന് ആദ്യഘട്ടത്തിൽ ചോദിച്ചു. ഗേറ്റ് വേ എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത് വാനിലേക്ക് ലാനിനെ ചേർക്കുന്ന എന്താണ് ഉപകരണം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റൂട്ടർ എന്നുള്ളൊരു ആൻസർ. അപ്പോൾ ഈ ഹബ്ബ്, സ്വിച്ച്, ഗേറ്റ് വേ, റൂട്ടർ, ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് പഠിച്ചേക്കാം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് രണ്ട് ചോദ്യം ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, അടുത്തത് ആദ്യഘട്ട പരീക്ഷയ്ക്കും രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ISRO. ആദ്യഘട്ടത്തിൽ ചോദിച്ചത് എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് താഴെ പറയുന്നതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ISROയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കാൻ. ഇനി രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചത്
എന്താണ് ISROയുടെ വിപണന വിഭാഗം? അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ ISROയുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്കാണ് ISRO, നോട്ട് ചെയ്ത് വെച്ചല്ലോ. അടുത്ത ടോപ്പിക്കാണ് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ചോദിച്ചു, 2ാം ഘട്ടത്തിലും ചോദിച്ചു. എന്ത്? സൈബർ കുറ്റകൃത്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യം എന്താണ്? ഫിഷിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മലയാളത്തിലെ ടോപ്പിക്കാണ് തൂലികാനാമങ്ങൾ. ആദ്യഘട്ടത്തിൽ ചോദിച്ചത് മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം എന്താണ് എന്ന് ചോദിച്ചു. ഇനി 2ാം ഘട്ടത്തിൽ ചോദിച്ചത് കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ അവിടെ അപരനാമങ്ങൾ അല്ലെങ്കിൽ തൂലികാനാമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിന്നും 2 ഘട്ടത്തിൽ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചോദിച്ചത് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. 2ാം ഘട്ടത്തിൽ ചോദിച്ചത് 1775 2ാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? ഓക്കെ, അപ്പോൾ 2 ഘട്ടത്തിലും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അടുത്തത് മലയാളത്തിലാണ്. ഘടകപദം ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യഘട്ടത്തിൽ ചോദിച്ചു കാറ്റു വീശിയെങ്കിലും ഇലപൊഴിഞ്ഞില്ല, ഇതിലെ ഘടകപദം ഏതാണ് എന്ന് ചോദിച്ചു. 2ാം ഘട്ടത്തിൽ ഘടകപദം ചേർത്തെഴുതുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2 ഘട്ടത്തിലും ഘടകപദം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ള ടോപ്പിക്സിൽ നമുക്ക് ഒറ്റപ്പദം 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. നടക്കാൻ പ്രയാസമുള്ള വഴിയുടെ ഒറ്റപ്പദം എഴുതുക എന്ന് ആദ്യഘട്ടത്തിൽ ചോദിച്ചു. സൃഷ്ടി നടത്തുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം 2ാം ഘട്ടത്തിൽ ചോദിച്ചു. ഓക്കെ, അപ്പോൾ 2ഉം ഒറ്റപ്പദം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ദെൻ അടുത്തത് പര്യായപദം അല്ലാത്തത് ഏത് എന്നുള്ള രീതിക്ക് 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ശരിയായ പദം അതുപോലെ വിപരീത പദം, സ്ത്രീലിംഗം ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. വിപരീത പദം 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീലിംഗം ഒരുപോലെ തന്നെ 2 ഘട്ടത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തരാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അടിയന്തരാവസ്ഥ, ലോക്പാല്, അതുപോലെ എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളി, ജ്ഞാനപീഠം, അതുപോലെ ISRO, അതുപോലെ സൈബർ കുറ്റകൃത്യം, തൂലികാനാമം, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അങ്ങനെയുള്ള ടോപ്പിക്സ് എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്